രാജലക്ഷ്മി, നീ എപ്പോഴാ വന്നേ? ഞാൻ വന്നത് കൂടി നീ അറിഞ്ഞില്ലേ? ഞാൻ ഫ്രണ്ട്സ് ആയിട്ട് ചാറ്റ് ചെയ്തോണ്ടിരിക്കല്ലേ. അല്ലെങ്കിൽ തന്നെ 16 പേരാ ചാറ്റിങ്ങിലുള്ള. ഒരേ സമയത്ത് 16 പേരോട് ചാറ്റിംഗ് ചെയ്യാണെന്നോ? ഹലോ, ഇത് ഫൈറ്റിംഗ് അല്ല, ജസ്റ്റ് ചാറ്റിംഗ്. ഇതിനെന്തിനാ നീ ഇത്ര സർപ്രൈസ് ആവുന്നേ? ഞാൻ ഒരാളായിട്ട് ചാറ്റ് ചെയ്യുമ്പോ പോലും എന്റെ കൈ വിറയ്ക്കും, അറിയോ? എന്തൊക്കെ പറഞ്ഞാലും നിന്റെ അത്രയും ടാലന്റ് ഒന്നും എനിക്കില്ല. ഇതൊന്നും അത്ര വലിയ കാര്യമല്ല. കുറച്ചുകൂടി തെളിച്ചു പറയണെങ്കിൽ, ശീലമായി കഴിഞ്ഞാ പിന്നെ ഏത് കാര്യം നമുക്ക് എളുപ്പമായിട്ട് ചെയ്യാം. നീ എല്ലാവരെയും പറ്റിച്ചിട്ട് ബോള് ഗോളിലേക്ക് ഇടില്ലേ, അതുപോലെ തന്നെ. അത് പിന്നെ ഹോക്കി അല്ലേ? ഇതും അങ്ങനെ തന്നെയാ. 1 minute. ആദ്യനെ കണ്ടിട്ട് ഇപ്പൊ ഉറങ്ങുന്ന ലക്ഷണമൊന്നുമില്ലല്ലോ. അപ്പൊ ഇന്ന് എനിക്ക് ചാറ്റ് ചെയ്യാൻ പറ്റില്ലേ? പ്രഭാസ് എന്തെങ്കിലും മെസ്സേജ് അയച്ചിട്ടുണ്ടോന്ന് നോക്കാന്ന് വിചാരിച്ചാ ഇവള് എഴുന്നേക്കുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. നീ എന്തായി നോക്കുന്ന രാജലക്ഷ്മി? നിനക്ക് ഉറക്കം വരുന്നില്ലേ? ഞാനതിൽ യാണി ഇതില്ലല്ലോ. നിനക്ക് പകരം ഞാൻ കോട്ടുവായി ഇടാം, നീ പോയി ഉറങ്ങിക്കോ. ആ, മനസ്സിലായി. നിനക്ക് ലാപ്ടോപ്പ് വേണം അല്ലേ? ശരി, നിനക്ക് അറിയാവുന്നവരോട് മാത്രം ചാറ്റ് ചെയ്താൽ മതി. നിനക്ക് പരിചയമില്ലാത്ത ആരായാലും ഹായ് എന്നെങ്ങാനും മെസ്സേജ് അയച്ചാ റിപ്ലൈ കൊടുക്കരുത്, കേട്ടോ? എല്ലാത്തിനും തലയാട്ടിക്കൊണ്ടിരുന്നോ? നിന്നെ പെട്ടെന്ന് തന്നെ കെട്ടിച്ചയക്കും, പറഞ്ഞേക്കാം. ലോഗിൻ ചെയ്ത ഉടനെ ചായ ഓൺലൈനിൽ വന്നല്ലോ. എന്താണാവോ? നാളെ സിനിമയ്ക്ക് പോയാലോന്ന് അവള് ചോദിക്കുന്നേ. ഈ ജന്മത്തങ്ങനെ നടക്കുന്ന കാര്യമെല്ലാം ചോദിക്കാൻ പറ. ഹായ് ക്യൂട്ട് ഏഞ്ചൽ. എന്റെ കൃഷ്ണ, പ്രഭാസ് ഓൺലൈനിൽ വന്നല്ലോ. ഇക്കാര്യം ആദ്യോട് പറഞ്ഞ പരിചയമില്ലാത്ത ആളോട് എന്തിനാ മെസ്സേജ് അയക്കുന്നതെന്ന് ചോദിച്ച് ദേഷ്യപ്പെടും. ഇവളെന്ത് ഇതുവരെ റിപ്ലൈ തരാത്തെ? അല്ല, പ്രഭാസിന് എങ്ങനെ പരിചയമില്ലാതിരിക്കാനാ? എല്ലാവർക്കും അറിയുന്ന ആളല്ലേ. അത് മാത്രമല്ല, വളരെ നല്ല മനുഷ്യൻ. ഛായ, നമുക്ക് നാളെ ചാറ്റ് ചെയ്യാട്ടോ. ക്യൂട്ട് ഏഞ്ചൽ. ക്യൂട്ട് ഏഞ്ചൽന്ന് എന്തുകൊണ്ടാ പറഞ്ഞേ? എടാ റിപ്ലൈ വന്നെന്ന് തോന്നുന്നു. അതെടാ, നീയൊരു ഏഞ്ചലിനെ പോലെ ഉള്ളത് കൊണ്ടാ ഞാൻ അങ്ങനെ പറഞ്ഞേ. എന്നെല്ലാരും പേടിത്തൊണ്ടി രാജലക്ഷ്മി എന്നാ പറയാറ്. നല്ലോണം വെളിച്ചെണ്ണ തലയിൽ തേച്ചല്ലേ ഞാൻ കോളേജിലേക്ക് പോകുന്നത്. നിങ്ങള് മാത്ര എന്നെ ഏഞ്ചൽ എന്ന് പറഞ്ഞേ. നിന്നെ മറ്റുള്ളവരെ പോലെയല്ല
ഞാൻ കാണുന്നത് രാജലക്ഷ്മി. യു ആർ സോ സ്പെഷ്യൽ. രാജലക്ഷ്മി, മതി നിന്റെ കളിയും ചിരിയൊക്കെ. ലോഗൗട്ട് ചെയ്തിട്ട് വന്ന് കിടക്കാൻ നോക്ക്. ചായയോട് ഉറങ്ങാൻ പറ. ശരി ആദ്യേ, 2 മിനിറ്റിൽ ഓഫ് ചെയ്തേക്കാം. ഞാൻ നാളെ ചാറ്റ് ചെയ്യാട്ടോ. ബൈ. ഓക്കെ, ഗുഡ് നൈറ്റ് സ്വീറ്റ് രാജലക്ഷ്മി. എടാ അളിയ, ഇതെങ്ങാനും അവിടെ വീട്ടിലറിഞ്ഞ പ്രശ്നാവത്തില്ലേ? ഇങ്ങനത്തെ പെൺകുട്ടികളാടാ വീട്ടിലറിയാതെ സൂക്ഷിക്കണമെന്നും വിചാരിച്ചുകൊണ്ട് നമ്മുടെ വലയിൽ വന്ന് വീഴുക. നീ മീനിനെ മാത്രമല്ല പാമ്പിനെ വരെ പിടിക്കും. എന്റെ കൃഷ്ണ, എനിക്ക് പഠിപ്പും വിവരവും ശക്തിയും ധൈര്യവും എല്ലാം തന്നെ അനുഗ്രഹിക്കണേ എന്റെ ഭഗവാനെ. അയ്യോ, ഇന്ന് ഈ ജോലിയൊക്കെ ഞാനല്ലേ ചെയ്യാൻ പ്ലാൻ ഇട്ടത്. ഇനിയിപ്പോ എന്താ ചെയ്യാ? രാജലക്ഷ്മി, ആ ചാരു, നിനക്കും അതിരാവിലെ എഴുന്നേക്കുന്ന ശീലമൊക്കെ ഉണ്ടോ? ഏയ് ഇല്ലില്ല, ഞാൻ ഉറങ്ങായിരുന്നു. ശബ്ദം കേട്ട് എഴുന്നേറ്റ് വന്നതാ. രാവിലെ തന്നെ മുറ്റടിച്ചു വാരി രംഗോലി ഇടാൻ വേണ്ടി വന്നതാ. സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ എല്ലാ ജോലിയും തീർത്തു വെച്ചില്ലെങ്കിൽ അച്ഛൻ എന്നെ വഴക്കു പറയും. അറിയില്ലേ, ഇന്ന് ഗ്രഹണ ദിവസമാ. ഇതൊന്നും ചെയ്യാൻ പാടില്ല. നിന്നോടാരും പറഞ്ഞില്ലേ? ഗ്രഹണം ഉള്ളപ്പോ ചൂല് കൈകൊണ്ട് തൊടാൻ പാടില്ല. ആ, അയ്യോ എന്റെ കൃഷ്ണ ഗുരുവായൂരപ്പ, എനിക്കറിയില്ലായിരുന്നു. നീ ചെന്ന് കിടന്നു. ചെല്ല്, സൂര്യൻ ഉദിച്ചിട്ടേ എഴുന്നേക്കാൻ പാടുള്ളൂ. ചെല്ല് ചെല്ല്, പോയി കിടക്ക്. എന്തിനാ മോളെ നീ ഇതൊക്കെ ചെയ്യുന്നത്? അമ്മേ, അമ്മേ, ആ എന്താ രഘു? രാജലക്ഷ്മിയോട് പറഞ്ഞ ജോലി എന്തിനാ അതിഥിയായിട്ട് വന്ന ഈ കുട്ടിയെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്? അയ്യോ അയ്യോ, എന്റെ ഈശ്വര, എന്റെ ചാരുനെ കൊണ്ട് നിങ്ങൾ പണിയെടുപ്പിക്കുക. എന്റെ ഗൗരി ചേച്ചി എങ്ങനെ അറിഞ്ഞ വലിയ പ്രശ്നം. രാജലക്ഷ്മി ഇതെന്ത് ചെയ്യുവാ?
രാജിമോളെ, രാജി, രാജി, എഴുന്നേക്ക് വാ. എന്താ അമ്മേ, എന്താ പറ്റിയേ? നിന്നെ അവിടെ നിന്റെ അച്ഛൻ അന്വേഷിക്കുന്നുണ്ട്. എഴുന്നേറ്റ് വാ. വാ മോളെ രാജലക്ഷ്മി. നിന്റെ പേരില് ലക്ഷ്മി ഉള്ളതുകൊണ്ട് ദിവസം രാവിലെ മുറ്റമടിച്ച് കോലമിടണോ നിന്നോട് പറഞ്ഞിട്ടില്ലേ? അതെ. എന്നിട്ട് നീ ഇപ്പൊ എന്താ ചെയ്തേ? കൂർക്കം വലിച്ച് നല്ല ഉറക്കായിരുന്നു തോന്നുന്നു. നീ ചെയ്യേണ്ട ജോലിയൊക്കെ ഇവിടെ ചാരുവാ ചെയ്തോണ്ടിരിക്കുന്നെ. ചാരു എന്തിനു ഇതൊക്കെ ചെയ്യണം? അല്ല, ഇന്ന് ഗ്രഹണ ദിവസമല്ലേ? ഇന്നിങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലല്ലോ. എന്നാര് പറഞ്ഞു? നിന്നോടാരാ ഇന്ന് ഗ്രഹണ ദിവസമാന്ന് പറഞ്ഞേ? ഇതെന്താ ഇങ്ങനെ ചോദിക്കുന്നേ? പാവം ചാരുവാണ് പറഞ്ഞെന്ന് പറഞ്ഞ എല്ലാരും അവളെ വഴക്കുറിയില്ലേ? എന്തു പറ്റി രാജലക്ഷ്മി? ഒന്നുമില്ല ചാരു. ഇവള് സുഖമായിട്ട് ആദ്യത്തെ റൂമിൽ കിടന്ന് ഉറങ്ങുന്നു. ഈ വീട്ടിലെ കുട്ടിയെ പോലെ ചാരു ജോലി ചെയ്യുന്നു. അതൊന്നും സാരമില്ല അമ്മായി. നമ്മുടെ വീട്ടിലെ ജോലികൾ നമ്മൾ വേണ്ടേ ചെയ്യാൻ? നീയാണോ രംഗോലി വരച്ചത്? അതെ, നോക്ക് എങ്ങനെയുണ്ട്, നന്നായിട്ടില്ലേ രാജി? എന്നോട് രംഗോലി വരയ്ക്കണ്ട, പോയി ഉറങ്ങാൻ പറഞ്ഞിട്ട് എല്ലാരും പ്രശംസ വാങ്ങാൻ ഇങ്ങനെ ചെയ്തല്ലേ നീ? ഇതിപ്പോ ആര് ചെയ്താൽ എന്താ പാർവതി? അമ്മേ, രാജലക്ഷ്മിക്ക് കൊടുത്ത ജോലി രാജലക്ഷ്മി തന്നെ ചെയ്യണം. അവരവരുടെ വിശപ്പിന് അവരവരല്ലേ കഴിക്കേണ്ട. ഉറങ്ങിപ്പോയതായിരിക്കും രഘു. ഇല്ലമ്മേ, ആദ്യയുടെ റൂമിലേക്ക് രാജലക്ഷ്മി താമസിക്കാൻ പോയ അന്ന് തുടങ്ങിയത്. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് അവൾ തീർക്കാനുള്ള ജോലികൾ തീർത്തില്ലെങ്കിൽ അവളുടെ ഗുണം മാറാൻ തുടങ്ങിയെന്ന് നാട്ടുകാർ പറയാൻ തുടങ്ങും. കേട്ടല്ലോ ജാനകി, ഇനി ഇങ്ങനെ നടക്കാതെ നോക്കിക്കോ. വേറെന്തേലും പണിയുണ്ടോ അമ്മായി? ആ, അതൊക്കെ അവര് പറയും. നീ ഇങ്ങനെ ചോദിച്ചോണ്ടിരുന്നാ നിന്റെ നടു ഓടിയോളം അവര് നിനക്ക് പണി തന്നോണ്ടിരിക്കും. അതൊക്കെ ഒന്ന് ചിറ്റേ, വരൂ. രാജിമോളെ, ഇനിയിപ്പോ ഇതൊന്നും ചെയ്തിട്ട് ഒരു കാര്യമില്ല. പെൺകുട്ടികളായാലേ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് എഴുന്നേറ്റ് വീട്ടുജോലികളൊക്കെ ചെയ്യാൻ തുടങ്ങണം. നിനക്കറിയാവുന്നതല്ലേ? അമ്മേ, ഞാൻ ഇന്ന് ഒരു ദിവസമല്ലേ അമ്മേ ലേറ്റ് ആയിട്ട് എഴുന്നേറ്റത്? എല്ലാ ജോലിയും നീ തന്നെ ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞത്. നിന്റെ ജോലി കൃത്യസമയത്ത് ചെയ്തില്ലെങ്കിൽ നിന്റെ സ്വഭാവത്തിൽ മാറ്റം വന്നു തുടങ്ങിയെന്ന് പറയും. നിന്നെ ഒന്നും പറയില്ല, എന്നെയേ പറയൂ. ശ്രീനിക്ക് നിന്റെ മുറി കൊടുക്കാന്ന് പറഞ്ഞപ്പോ എത്ര നല്ല മനസ്സാണെന്ന് ഞാൻ കരുതി. ആദിയുടെ കൂടെ ഒരുമിച്ചുണ്ടായ അവളുടെ ധൈര്യവും തിരിച്ചറിവും ഒക്കെ നീയും പഠിക്കുമെന്ന് കരുതിയപ്പോ മടിച്ചായിക്കൊണ്ടിരിക്കുകയെന്ന്. അമ്മേ, ഞാനൊന്ന് പറഞ്ഞോട്ടെ രാജിമോളെ.
നിന്റെ അച്ഛനോട് ഞാൻ എന്ത് പറഞ്ഞിട്ടാ ആദ്യയുടെ കൂടെ നിന്നെ താമസിപ്പിച്ചത്? ആ? നമ്മുടെ മോൾ എവിടെയാണെങ്കിലും ഈ വീട്ടിലെ ആചാരങ്ങൾ മറക്കില്ലെന്ന് പറഞ്ഞു. നീ കിടന്നുറങ്ങി നിന്റെ സൗകര്യത്തിന് എഴുന്നേറ്റാ വഴക്ക് പറയില്ലേ? വേണ്ടാത്ത സ്വഭാവങ്ങളൊന്നും പഠിച്ചെടുക്കണ്ട. ഈ വീട്ടിലെ രീതികളൊന്നും മറന്നു പോരുത്. അമ്മേ, അമ്മക്കൊരു കാര്യം അറിയോ? ഞാൻ 5 മണിയാകുന്നതിന് 5 മിനിറ്റ് ഉള്ളപ്പോഴേ എഴുന്നേറ്റതാ. ഈ പെണ്ണെല്ലാം പറയുന്നാണല്ലോ തോന്നുന്നേ. ഇവള് കാരണം എനിക്ക് ചീത്തപ്പേരുണ്ടാവും. രാജിമോളെ, നിന്നോട് ഇന്ന് ഗ്രഹണമാണെന്ന് ആരാ പറഞ്ഞത്? അത് ഞാനാ പറഞ്ഞത് വല്യമ്മേ. ഇന്ന് ഗ്രഹണമല്ലല്ലോ മോളെ. ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. കാലണ്ടറില് അടുത്ത ആഴ്ചയാന്നായിട്ടിരിക്കുന്നെ. വിരലുകൊണ്ട് തൊട്ട് നോക്കിയപ്പോ ഈ വിരൽ അറിയാതെ ഇങ്ങോട്ട് മാറി ഇന്നാണെന്ന് ഞാൻ കരുതി പോയി. ആ വിരൽ അങ്ങനെ മുറിച്ചു കളയണം. അതെങ്ങനെ തന്നെ മാറിപ്പോവും? ഇതൊക്കെ ഇവിടെ ഡ്രാമയാ. ഇപ്പൊ വിശ്വാസായി അമ്മേ? ചാരു പറഞ്ഞതുകൊണ്ടാ ഞാൻ വീണ്ടും പോയി കിടന്ന് ഉറങ്ങിയത്. അറിയാതെ തോന്നിപ്പോയി നീ ഇങ്ങനെ പണികളൊക്കെ ചെയ്ത ചാരു? ശരിയാണ് ചോദിച്ചത് വല്യമ്മേ. ഗ്രഹണമാണെന്ന് പറഞ്ഞു പോയല്ലോ. പക്ഷെ ശരിയാണോ അല്ലയോ എന്ന് ഞാൻ വീണ്ടും പോയി കാലണ്ടറിൽ നോക്കി. വിരല് വെച്ച് നോക്കിയതോ കാല് വെച്ച് നോക്കിയോ? അത് നീ ഇപ്പൊ പറഞ്ഞില്ലല്ലോ. കണ്ണ് ശരിക്കും തുറന്ന് നോക്കിയപ്പോഴാ ഇന്ന് ഗ്രഹണം അല്ലെന്ന് മനസ്സിലായത്. ഉടനെ തന്നെ ചെന്ന് രാജലക്ഷ്മിയോട് പറയാന്ന് വിചാരിച്ചതാ. പാവം കൂർക്കം വലിച്ച് ഉറങ്ങായിരുന്നു. ഞാൻ കൂർക്കൊന്നും വലിക്കാറില്ലല്ലോ. ഇന്ന് നീ വലിക്കുന്നുണ്ടായിരുന്നു. ഒട്ടുക്ക താപനിയാ ഇവളുടെ. ഇവള് പറയുന്നതൊന്നും എനിക്ക് വിശ്വസിക്കാനും പറ്റുന്നില്ല. പാവം ഉറങ്ങുന്ന രാജിയെ എഴുന്നേപ്പിക്കണ്ടല്ലോ എന്ന് കരുതി ആ പണികളൊക്കെ ഞാൻ തന്നെ ചെയ്തതാ വല്യമ്മേ. അതെയോ? ഇതറിയാതെ രാജിമോളെ ഞാൻ ഒരുപാട് വഴക്ക് പറഞ്ഞു. അതൊന്നും സാരമില്ല അമ്മേ. എന്റെ അമ്മയല്ലേ എന്നെ പറഞ്ഞേ. എത്ര നല്ല കുട്ടിയാ രാജലക്ഷ്മി. ശരി ചെല്ല്, ജോലി നോക്ക. മോളും പൊയ്ക്കോ. നീ കൊള്ളാലോ ചാരു. ഈ ഡ്രാമയൊക്കെ നീ അപ്പുന് വേണ്ടിയാണല്ലേ ചെയ്തോണ്ടിരിക്കുന്നെ. രഘുരാം സാറിനെ ഇംപ്രസ് ചെയ്താ നിന്റെ കല്യാണം എളുപ്പത്തിൽ തന്നെ നടക്കുന്നു വിചാരിച്ചിട്ടല്ലേ? നടക്കട്ടെ. ആ ശ്രീനിക്ക് നിന്നെ പോലത്തെ ബിൽഡപ്പ് ചെയ്യുന്ന ഒരു ഭാര്യയെ തന്നെയാ കിട്ടണ്ടേ. എങ്കിൽ മാത്രമേ അവന്റെ അഹങ്കാരത്തിനൊരു അന്ത്യം ഉണ്ടാവും. എന്തൊരു വെയിറ്റാണ് നിനക്ക് ചാരു. എനിക്കത്ര ഭാരമൊന്നും ഇല്ലല്ലോ ചിറ്റേ. നിനക്ക് എല്ലിന്റെ വെയിറ്റാ മോളെ. എന്റെ ഗൗരി ചേച്ചിയെ പോലെ തന്നെ. അല്ല, എന്നെ പൊക്കിയെടുത്ത് എന്ത് ചെയ്യാൻ പോയതാ? ഒക്കത്ത് വെച്ച് ഭക്ഷണം വാരി തരാനൊന്നും അല്ല. ബിജുവിനെ പോലെ നീ എടുത്തിട്ടില്ല. ചാരുവിനാണോ എടുക്കാൻ പറ്റുന്നേ? ഏട്ടന്റെ മുമ്പിൽ ഇവള് സ്കോർ ചെയ്തില്ല എടുത്തി. ആ സന്തോഷത്തിലാ എനിക്ക് ഇവളെങ്ങനെ പൊക്കിയെടുത്ത് അങ്ങ് കറക്കാൻ തോന്നിയത്. അങ്ങനെ എന്തെങ്കിലും ചെയ്ത് എല്ലൊടിഞ്ഞാലോ എന്ന് വിചാരിച്ചാ ഞാൻ ദേ പഞ്ചസാരയും കൊണ്ട് വന്നത്. ഓ, തുറക്ക് ചാരു. ആ വല്യച്ഛൻ പ്രശംസിച്ചേന് നിങ്ങൾ ഇത്രയും സന്തോഷപ്പെടുമെന്ന് ഞാൻ കരുതിയില്ല. ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, ഏട്ടന്റെ അടുത്ത് ഗ്രീൻ സിഗ്നൽ കിട്ടിയാലേ ഗൂഡ്സ് വണ്ടി മാത്രമല്ല ഈ വീട്ടിലുള്ള ആരുടെയും കാല് പിന്നെ നില തുറക്കില്ല. അല്ല എടുത്തി, ശ്രീനിയെ ചാരുവിനെ കൊണ്ട് കെട്ടിക്കാൻ പെർമിഷൻ കിട്ടുമായിരിക്കും അല്ലേ? ഇത്ര പെട്ടെന്നോ? അതെന്താ അമ്മായി അങ്ങനെ പറഞ്ഞു കളഞ്ഞത്? എന്റെ നാട് ഒടിഞ്ഞിട്ടും അടിച്ചു വാരി എല്ലാം വൃത്തിയാക്കിയതാ. രംഗോളി
രാത്രി പോലും ഇട്ടതാ. 4 മണിക്ക് എഴുന്നേക്കാൻ വേണ്ടി ഒരു പോള കണ്ണടയ്ക്കാതെ രാത്രി മുഴുവൻ ഇരിക്കുകയായിരുന്നു ഞാൻ. ഇവള് ഒരു പോള കണ്ണടയ്ക്കണ്ട രാവിലെ എഴുന്നേറ്റ് ആ വിളക്കൊക്കെ കത്തിച്ചത്. കഷ്ടപ്പെട്ടതൊക്കെ ശരിയാ, ഇഷ്ടവും കൂടി വേണമല്ലോ അല്ലേ? അതെങ്ങനെ? ഈ പ്രായത്തില് നമ്മള് പോയിട്ട് ശ്രീനിയെ വളയ്ക്കണം എന്നൊക്കെ പറഞ്ഞാൽ നന്നായിരിക്കോ? നീ എന്താ ഇങ്ങനെ? നമുക്കെന്താ അങ്ങനെ അങ്ങ് വയസ്സായി പോയോ? ചാരുവിനെക്കാളും ഒരു 5-6 വയസ്സ് അങ്ങോട്ടോ ഇങ്ങോട്ടോ അത്രയല്ലേ ഉള്ളൂ. അയ്യോ, നിങ്ങളുടെ കാര്യമൊക്കെ അവിടെ നിക്കട്ടെ, ആദ്യം എന്റെ കാര്യം പറ. നീ വീട്ടുജോലിയൊക്കെ നന്നായിട്ട് ചെയ്യുന്നത് പോലെ നന്നായിട്ട് പാചകവും ചെയ്യുന്നുണ്ടെന്ന് എന്റെ ഏട്ടൻ അറിയണം. പാഷാണോ? നിന്റെ ഒരു കാര്യം പാഷാണോ അല്ലടി, പാചകം പാചകം കുക്കിംഗ് ഇല്ലേ? ഓഹോ, ആ. മനസ്സിലായി. സൂക്ഷിച്ചു വേണേ മോളെ, പാചകം വലിയ ശീലമല്ലാത്തോണ്ട് തോന്നിയ പോലൊന്നും കാണിച്ചു വെക്കരുത്. ആ, എന്റെ ഭർത്താവ് നീ എന്ത് ചെയ്താലും അത് പാചകമാണെന്ന് സമ്മതിക്കും. പാചകമൊക്കെ ഞാൻ ചെയ്തോളാം. ഇപ്പൊ ഞാൻ എന്താ ചെയ്യണ്ടേ പറ. ലക്ഷ്മി ദേവിയെ പോലെ നല്ല ഐശ്വര്യമായിട്ടിരിക്കണം. എല്ലാ ജോലിയും കണ്ടറിഞ്ഞങ്ങ് ചെയ്യണം. പെൺകുട്ടി എന്ന് പറഞ്ഞാ അത് നിന്നെ പോലെയാണെന്ന് തോന്നണം. ഒരുപാട് പണി ഏൽപ്പിച്ച പോലെ ഉണ്ടല്ലേ. നീ ഒന്ന് സഹകരിക്കണം കേട്ടോ ചാരു. ശ്രീനിയേട്ടന്റെ കൈ പിടിക്കാൻ വേണ്ടി ഇതുപോലും ചെയ്തില്ലേ എങ്ങനെയാ? പാർവതി, നിന്റെ കൊച്ചിനെ എല്ലാം അറിയാം. ഇങ്ങോട്ട് നോക്കുമോളെ. ആദ്യം മാത്രം നീ സൂക്ഷിച്ചോ, അവള് വലിയ ബുദ്ധിശാലിയാ.